നമ്മളൊക്കെ പലപ്പോഴും നമ്മളെ മക്കളെ പല അന്ധവിശ്വാസങ്ങളും പഠിപ്പിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ കുറേ അന്ധവിശ്വാസങ്ങളുമായിട്ട് നടക്കുന്നു. ആ അന്ധവിശ്വാസങ്ങൾ പലപ്പോഴും മക്കളെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്യുന്നു. മഅദല്ലാ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇങ്ങനെയൊക്കെ ഉണ്ട് നാട്ടിൽ കുറേ വിശ്വാസങ്ങൾ. ചില പക്ഷികളുടെയൊക്കെ കരച്ചിൽ കേട്ടാൽ പറയുക ചെയ്യും, അല്ലാ കരയുന്നുണ്ടല്ലോ, അത് കരഞ്ഞാൽ നാട്ടിൽ, അത് കേട്ടിട്ടില്ലേ? കൂമൻ, കുറ്റിച്ചൂളാൻ, ഇതൊക്കെ കരഞ്ഞാൽ പറയും കരയുന്നുണ്ടല്ലോ, അതിൻ്റെ കരച്ചിൽ കേട്ടാൽ പറയും നാട്ടിൽ മരണം ഉണ്ടാവും. അക്കരെ കരഞ്ഞാൽ ഇക്കരെ മരണം, ഇക്കരെ കരഞ്ഞാൽ അക്കരെ മരണം, അങ്ങനെയൊക്കെയുള്ള വിശ്വാസങ്ങളുമായി നടക്കുന്നവരുണ്ട്. പക്ഷികളുടെ കരച്ചിൽ കൊണ്ട് ലക്ഷണം പറയുക, ചില ജീവികളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ലക്ഷണം പറയുക, ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങൾ വെച്ച് പുലർത്തുന്ന ആളുകളുണ്ട്. രാവിലെ തന്നെ എഴുന്നേറ്റ് മുറ്റത്തിറങ്ങിയപ്പോൾ വീട്ടിൻ്റെ മുറ്റത്തുള്ള മാവിൽ നിന്ന് കാക്ക അങ്ങനെ വല്ലാതെ കുറുകുന്നുണ്ട്. അപ്പോൾ പറയും, കാക്കൻ്റെ കുറുകൽ കേട്ടാൽ നിങ്ങളറിയില്ലേ? അല്ലേ അറിഞ്ഞിട്ടും മിണ്ടാതിരിക്കുക. എന്താ പറയുക? ഇന്ന് വിരുന്നാർ വരാണ്ട്. നോക്കിയാണ് ഈ കാക്ക വല്ലാതെ കുറുകുന്നുണ്ട് കേട്ടോ, ഒന്നെന്തായാലും വിരുന്നാർ വരും. എങ്ങാനും അന്ന് വല്ല വിരുന്നാരും വന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി ഖുർആൻ ഓതി പറഞ്ഞിട്ടും കാര്യമല്ല, ഹദീസ് പറഞ്ഞിട്ടും കാര്യമല്ല, കാക്ക കുറുകുമ്പോഴത്തേക്ക് ഒരുങ്ങൽ തുടങ്ങും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അന്ധവിശ്വാസങ്ങൾ. ഈ പച്ചപ്പയ്യ്, പച്ചത്തുള്ളെന്ന് പറഞ്ഞൊരു ജീവിയുണ്ട്, അതൊക്കെ ശരീരത്തിൽ വന്നിരുന്ന എന്ത് പറയും? പൈസ കിട്ടും അല്ലേ? പച്ചപ്പയ്യ എന്നല്ലേ പറയാ? നിങ്ങളൊന്ന് പറയല്ലേ? പച്ചപ്പയ്യ്, പച്ചത്തുള്ളൻ ശരീരത്തിൽ വന്നിരുന്നാൽ പറയും അതവിടെ നിന്നോട്ടെ, അതിനെ തട്ടണ്ട, അത് വന്നിരുന്നാൽ പൈസ കിട്ടും. കീശൻ്റെ അടുത്തൊക്കെ വന്നിരുന്നാൽ പിന്നെ ശ്വാസം തന്നെ വിടൂല. കാരണം കണ്ടു പോയാൽ കായ് പോകുമല്ലോ എന്നുള്ള ബേജാറാണ്. വല്യാപ്പയും വല്യമ്മയൊക്കെ മക്കളോട് പറയും ചെയ്യും, മക്കളെ അതവിടെ നിന്നോട്ടെ, അതിനെ തട്ടണ്ട. ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ വയല് കേട്ടാലും എന്നാലും അത് ശരീരത്തിൽ വന്നിരുന്നാൽ അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിക്കും, തട്ടിവിടൂല. ഇങ്ങനെ എന്തെല്ലാം ഖുർആനിലുണ്ടോ അങ്ങനെ, ഹദീസിലുണ്ടോ അങ്ങനെ? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അത്വീറത്തു ശിർക്കുൻ, അത്വീറത്തു ശിർക്കുൻ, അത്വീറത്തു ശിർക്കുൻ ഖാലഹു സലാസ. പക്ഷിയുടെ കരച്ചിൽ കൊണ്ട് ലക്ഷണം പറയൽ ശിർക്കാണ്. പക്ഷിയെ പറപ്പിച്ച് ലക്ഷണം പിടിക്കൽ ശിർക്കാണ്. പക്ഷിയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ലക്ഷണം പറയുന്നത് ശിർക്കാണ്. ഖാലഹു സലാസ, 3 തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് വിശദീകരിച്ച് ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നുണ്ട്, ഇതൊരു പക്ഷിക്ക് മാത്രം ബാധകമല്ല, വകതിരിവില്ലാത്ത ഒരു ജീവിയുടെയും പ്രവർത്തനങ്ങൾ കൊണ്ട് ലക്ഷണം പറയാൻ പാടില്ല. ഒരു പക്ഷി എന്നുള്ളത് മാത്രമല്ല, പക്ഷിയും പെടും. പഴയ കാലത്തൊക്കെ ഈ കൈനോട്ടക്കാര് കൂട്ടിലൊരു തത്തയെയുമായി നടക്കും, കണ്ടിട്ടില്ലേ? ഒരു കൂട്ടിൽ തത്തയെയുമായി നടക്കും, കുറേ ഷീട്ടുകളും ഉണ്ടാകും. എന്നിട്ട് ആരെങ്കിലും കൈ നോക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ തത്തയെ വിട്ടിട്ട് ഒരു ഷീട്ട് എടുപ്പിക്കും, പിന്നെ അതിനനുസരിച്ച് അയാൾ പറയും. അതൊന്നും ഒരു നിലയിലും മുഅ്മിനീങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റൂല. പക്ഷിയെ കൊണ്ട് ലക്ഷണം പറയൽ ശിർക്കാണ് എന്നതുപോലെ വകതിരിവില്ലാത്ത ജീവികളെ കൊണ്ട് ലക്ഷണം പറയാൻ പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള കുറേ വിശ്വാസങ്ങൾ. 3-4 ആൾ ഒരു സ്ഥലത്തിരുന്ന് ഒരാളെക്കുറിച്ച് ഇങ്ങനെ പറയാൻ, എന്തോ പറയുമ്പോഴാണ് പെട്ടെന്ന് അയാൾ അങ്ങോട്ട് കയറി വന്നത്. ഉടനെ പറയും, എന്തെങ്കിലും മിണ്ടാത്ത. നമ്മളൊരു 4-5 ആളുകൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇരുന്ന് ഒരാളെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് അയാൾ അങ്ങോട്ട് കയറി വന്നാൽ എന്ത് പറയും? 100 ആയുസാണ്, അടുത്തൊന്നും മരിക്കൂല. നിന്നെക്കുറിച്ച് പറഞ്ഞ് നാവിടുത്തില്ല, അപ്പോഴത്തേക്ക് എത്തിയല്ലോ, ഏതായാലും അടുത്തൊന്നും മരിക്കൂല എന്ന് പറയും. അത് കേൾക്കുമ്പോൾ മൂപ്പർക്ക് ഒരു ആശ്വാസമാണ്. ഓ, ഇനിയിപ്പോൾ പെട്ടെന്നൊന്നും മരിക്കൂലല്ലോ എന്നുള്ളൊരാശ്വാസം. ഇതാര് പറഞ്ഞു? നിന്നെക്കുറിച്ചൊരു ടീം ഇങ്ങനെ പറയുമ്പോൾ നീ അങ്ങോട്ട് കയറി ചെന്നാൽ നിനക്ക് പെട്ടെന്ന് മരണമില്ല എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഖുർആനിലുണ്ടോ? ഇതൊക്കെ ഈമാൻകാരും ഇസ്ലാംകാരും വിശ്വസിക്കുന്നത് പോലെ വിശ്വസിച്ച് നടക്കുന്ന പല ആളുകളുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ കൂട്ടത്തിൽ ഒരാൾക്ക് തരിപ്പ് പോയാൽ അപ്പോൾ പറയും, ആരോ പറയുന്നുണ്ട്, ആരോ കുറ്റം പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഭക്ഷണത്തിൽ തരിപ്പ് പോയത്. സംഗതി കിട്ടിയപ്പം വാരി മിണുങ്ങി കഴിച്ചു, അതിനും കുറ്റം വേറുള്ളവർക്കാ. ഇങ്ങനെയൊക്കെയുള്ള കുറേ അന്ധവിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നവരുണ്ട്. ഇതൊക്കെ രക്ഷിതാക്കൾ പണ്ടേ അങ്ങനെ വിശ്വസിച്ചു വന്നു, അതൊക്കെ മക്കൾക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തു. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അന്ധവിശ്വാസങ്ങളും ശിർക്കിലേക്ക് ചേർക്കുന്ന വിശ്വാസങ്ങളും മഅദല്ലാഹ്
ഇലാഹായ റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുമ്മിനെ പറഞ്ഞു വരുന്ന കാര്യമിതാണ്, ബാപ്പ മാതൃകായോഗ്യനായ ബാപ്പയാവണം. ബാപ്പ മക്കളുടെ കാര്യത്തിൽ അവരുടെ ശരീരത്തിൻ്റെ ഭക്ഷണത്തേക്കാൾ ആത്മാവിൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കണം. ഒരു ഉമ്മ ഏറ്റവും നല്ല ഉമ്മയാകുന്നത് ബാപ്പ കൊണ്ടുവരുന്നതൊക്കെ കരിച്ചും പൊരിച്ചും നന്നാക്കി കൊടുക്കുമ്പോഴാണ് ഏറ്റവും നല്ല ഉമ്മയാവുക. അങ്ങനെ വിചാരിക്കരുത്. തട്ടിയുടെ ഭക്ഷണത്തേക്കാൾ മക്കളുടെ വിഷയത്തിൽ ആത്മാവിൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ കഴിയുന്ന ഉമ്മ, ആ ഉമ്മയാണ് ഏറ്റവും നല്ല മാതൃകായോഗ്യയായ ഉമ്മ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. മക്കളുടെ കാര്യത്തിൽ ഇശാ മഗ്രിബിനിടയിൽ സൂറത്തുൽ വാഖിയ ഓതാറുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഉമ്മയും ബാപ്പയും, മക്കളുടെ കാര്യത്തിൽ ഇശാ മഗ്രിബിനിടയിൽ സൂറത്തുൽ മുൽക്ക് ഓതാറുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഉമ്മയും ബാപ്പയും, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അതിനാദ്യം ഉമ്മയും ബാപ്പയും അതൊക്കെ ശീലിക്കണം. എന്നിട്ട് മക്കൾക്കത് പറഞ്ഞ് അവരെ അത് ശീലിപ്പിക്കണം. അങ്ങനെയാകുമ്പോഴാണ് മാതൃകായോഗ്യമായ കുടുംബമാകുന്നത്. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കുക, മക്കളുടെ കാര്യത്തിൽ ഉമ്മയുടെ പങ്ക് നിസ്സാരമാണെന്ന് വിചാരിക്കരുത്. തർബിയത്തിൻ്റെ വിഷയത്തിൽ മുന്നിൽ നിൽക്കേണ്ടത് ഉമ്മയാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകനോട് ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ, മോനെ ഞാൻ നിൻ്റെ ബാപ്പയാണ്, എൻ്റെ പേര് ഇബ്രാഹിം എന്നാണ്, ഞാനിപ്പോൾ വരുന്നത് ഫലസ്തീനിൽ നിന്നാണ്, ഒരു സ്വപ്നം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. എന്താ സ്വപ്നം എന്നറിയോ? നിന്നെ അറുക്കണമെന്നാണ്. എന്താ മോനെ നിൻ്റെ അഭിപ്രായം? അപ്പോൾ ആ മകൻ പറഞ്ഞൊരു മറുപടിയുണ്ട്, ബാപ്പ ഫഫ്അൽ മാ തുഅ്മർ, അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചിട്ട് പിന്നെ നിങ്ങളെന്തിനാണ് എന്നോട് അഭിപ്രായം ചോദിക്കുന്നത്? അള്ളാഹു കൽപ്പിച്ചതുപോലാണ്ട് ചെയ്താൽ പോരെ. നിങ്ങൾ ആലോചിക്കണം, ഇങ്ങനെ ഒരു മറുപടി ആ മകനെ പറയാൻ പ്രേരിപ്പിച്ചത്, പഠിപ്പിച്ചത്, ആ മകന് തർബിയത്ത് നൽകിയത് ആരാ? ബാപ്പയാണോ? അല്ല. ബാപ്പ പണ്ട് ഈ മക്കയിൽ ബാപ്പ വന്ന് ഉമ്മയെയും കുഞ്ഞിനെയും അവിടെ ഇറക്കി വിട്ട് തിരിച്ചു പോയതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞൊരു കുഞ്ഞുണ്ടാകുന്നു. പരീക്ഷണാർത്ഥം അല്ലാഹു തആലയുടെ കൽപ്പന, ഈ കുഞ്ഞിനെയും ഉമ്മയെയും അങ്ങകലെ മക്കയിൽ കൊണ്ടുപോയി പാർപ്പിക്കണം. അന്നത്തെ മക്ക ഇന്നത്തേതുപോലെയല്ല. അന്ന് കഅബാലയം തന്നെയില്ല. കഅബാലയത്തിൻ്റെ അടുത്ത് പാർപ്പിക്കാനാ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. റബ്ബിൻ്റെ കൽപ്പന കേട്ടപ്പോൾ പെട്ടെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തയ്യാറായി മകനെയും ഭാര്യയെയും കൂട്ടി യാത്ര പോയി. മക്കയിലെത്തി. കഅബാലയം നിന്ന സ്ഥലം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ചു കൊടുക്കുന്നു. ഭാര്യയെയും കുട്ടിയെയും ഇറക്കി തിരിച്ചു പോകാൻ ഒരുങ്ങിയപ്പോൾ ആ ഉമ്മ ചോദിച്ചു, അല്ല ഇബ്രാഹിം എന്നവരെ, നിങ്ങൾക്കിതെന്തിൻ്റെ കേടാണ്? നിങ്ങൾ എങ്ങോട്ടാണ് ഈ പോകുന്നത്? ഇലായിന തഖ്റുജ് وتتركنا في هذا الوادي الذي ليس فيه إنس ولا أنيس. അല്ല ഇബ്രാഹിം എന്നവരെ, നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? ഇവിടെ ഒരു തുള്ളി വെള്ളം കിട്ടാനില്ല, ഇവിടെ ഒരു പച്ചപ്പില്ല, സഹായം ചോദിക്കാൻ ഒരാളില്ല. ഇന്നലെയും മിനിഞ്ഞാന്നുമൊന്നും ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് എൻ്റെ മുലയിൽ ഒരല്പം പോലും പാലില്ല. കുട്ടി കരയുന്നു. നിങ്ങൾ ഞങ്ങളെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് എങ്ങോട്ട് പോകുന്നു? മറുപടിയില്ല. രണ്ടാമതും ആ ഉമ്മ ചോദിച്ചു, അല്ല ഇബ്രാഹിം എന്നവരെ, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? മറുപടിയില്ല. മൂന്നാമതും ചോദിച്ചു, മറുപടിയില്ല. നാലാമതാ ഉമ്മയുടെ ചോദ്യം ഇങ്ങനെയായിരുന്നു, അല്ലാഹു അമറക ബിഹാദാ, അല്ല ഇബ്രാഹിം എന്നവരെ, നിങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കൽപ്പിച്ചത് അല്ലാഹുവാണോ? ഇത് ഇലാഹായ റബ്ബിന്റെ കൽപ്പനയാണോ എന്ന് ചോദിച്ചപ്പോൾ ഫഖാല അന്നം, ഇബ്രാഹിം നബിയുടെ മറുപടി, അതെ, ഇത് അല്ലാഹുവിൻ്റെ തീരുമാനമാണ്. ഞാനിതൊന്നും എൻ്റെ സ്വന്തം ഇഷ്ടമനുസരിച്ച് ചെയ്യുകയല്ല, ഇത് അല്ലാഹുവിൻ്റെ തീരുമാനമാണ്. അപ്പോൾ ആ ഉമ്മ പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഓഹോ, അള്ളാഹുവിൻ്റെ തീരുമാനമാണല്ലേ, ഇതല്ല യുളയ്യുന, എന്നാ ഒരു ബേജാറുമില്ല, നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യുക, ഞങ്ങളെ കാര്യം അള്ളാഹു നോക്കിക്കോളും. ആ തവക്കുലിന് അള്ളാഹു നൽകിയ സമ്മാനമാണ് സംസം. അങ്ങനെ ഇബ്രാഹിം നബി പോയി. പിന്നെ ഈ കുഞ്ഞിന് വേണ്ട എല്ലാ തരത്തിലുള്ള തർബിയത്തും നൽകുന്നത് ഈ ഉമ്മയാണ്. ബാപ്പയിൽ നിന്ന്
അന്ന് കുട്ടിക്ക് ഒരു തർബിയത്തും കിട്ടിയിട്ടില്ല. ഉമ്മയുടെ മടിത്തട്ടിൽ വളർന്ന ഈ കുഞ്ഞ് അള്ളാഹുവിനെ അറിഞ്ഞു. ഉമ്മ എപ്പോഴും ബാപ്പയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. അങ്ങനെ പൂർണ്ണ ഈമാനോടുകൂടെ ആ കുഞ്ഞിങ്ങനെ വളർന്നു വരികയാണ്. ഉമ്മയുടെ സമ്പൂർണ്ണ തർബിയത്തിലാണ്. ചിലന്മാരൊക്കെ പറയാറുണ്ട്, ബാപ്പ ഗൾഫിലാ, ഓനോട് ഞാൻ പറഞ്ഞ അവൻ കേൾക്കൂല, അവനവന് തോന്നിയ വഴിക്ക് പോകും. സഹോദരിമാരൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ആ ഭാഗത്തുനിന്ന് നിങ്ങൾ സംസാരിച്ചുകൊണ്ട് അടുത്തിരിക്കുന്നവർക്കൊക്കെ വല്ലാത്ത പ്രയാസമുണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഒരു പ്രാവശ്യം പറഞ്ഞല്ലോ, നിങ്ങൾ ചുണ്ടനക്കണം, ചുണ്ട് പൂട്ടിക്കളയണം. ഇപ്പോൾ ദിക്റിന് പോലെ നിങ്ങൾ ചുണ്ട് തുറക്കരുത്. ഞാൻ നിങ്ങളോട് ഒന്നുകൂടി പറയുകയാണ്, ഒരു കുട്ടിയും ഒരാളും അവിടെ നിന്ന് സംസാരിക്കരുത് എന്ന് പ്രത്യേകം ഒന്നുകൂടി ഉണർത്തുകയാണ്. അല്ലെങ്കിലും മുഅ്മിനീങ്ങളെ, ഈ ഹദീസൊക്കെ പറയുന്ന, ഖുർആൻ പറയുന്ന സദസ്സിൽ എങ്ങനെ വർത്താനം പറയാ? നിങ്ങളറിയോ, മാസങ്ങളോളം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ തൻ്റെ മകൻ സാലിം എന്നവരോട് തെറ്റി, മിണ്ടിയില്ല, വർത്താനം പറഞ്ഞില്ല, തെറ്റി നടന്നു. എന്തിനാ ബാപ്പ മകനോട് തെറ്റിയെന്നറിയോ? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഒരിക്കൽ ഒരു ഹദീസ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ശ്രദ്ധിക്കണം. ഒരു ഹദീസ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് മകൻ സാലിം റളിയല്ലാഹു അൻഹു കടന്നു വന്നു. ആ ഹദീസ് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ദുനിയാവുമായി ബന്ധപ്പെട്ട എന്തോ ഒരു വിഷയം മകൻ ബാപ്പയോട് ചോദിച്ചു. ബാപ്പ അത് മെയിൻറ്റ് ചെയ്തില്ല. ഹദീസൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ബാപ്പ പറഞ്ഞു, ലാ ഉകല്ലിമുക അബദ, ഇനി നിന്നോട് വർത്താനല്ല, പോ അവിടുന്ന്. ഹബീബായ നബിയുടെ ഹദീസാ നീ മുറിച്ചു കളഞ്ഞത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് പറയുമ്പോ എന്തടാ അതിനിടയിൽ വന്ന് നീ സംസാരിച്ചത്? ഇത് അനാദരവാണ്. അതുകൊണ്ട് ലാ ഉകല്ലിമുക അബദാ, പോടുന്ന്, ഇനി നിന്നോട് ഞാൻ മിണ്ടില്ല. നീ മുത്തുനബിയുടെ ഹദീസ് ശ്രദ്ധിക്കാത്തവനാണെന്ന് മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ. എന്താണ് പെണ്ണുങ്ങളെ, അള്ളാന്റെ റസൂലിന്റെ ഹദീസും വിശുദ്ധ ഖുർആനും പറയുന്നിടത്ത് എങ്ങനെയാണ് നിങ്ങൾക്ക് വർത്താനം പറയാൻ കഴിയുന്നത്? പടച്ചോനെ, അങ്ങനെ ഉണ്ടാവരുതേ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. കാര്യങ്ങളിൽ ഏറ്റവും വലിയ കാര്യം അദബാൻ. ഒരു ബാപ്പാക്ക് മകന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഭാവന ആ ബാപ്പ മകനെ അദബ് പഠിപ്പിക്കരാ. മാനഹലവാലിദുൻ, ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ബാപ്പ മകന് നൽകുന്ന ഏറ്റവും വലിയ ഹദിയ, ഏറ്റവും വലിയ സമ്മാനം ആ മകനെ അദബ് പഠിപ്പിക്കലാണ്. അദബും കുരുത്തും പൊരുത്തൊന്നുമില്ലാതെ എന്തും എങ്ങനെയും എപ്പോഴും എവിടുന്നും ആവാം, അങ്ങനെ ഒരു ചിന്ത നമ്മളിൽ വളർന്നു വന്നാൽ അത് പരാജയത്തിലേക്ക് എത്താൻ കാരണമാകും. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. അദബും ബഹുമാനവും ഒന്നുമില്ലാത്ത ഒരു തലമുറ വളർന്നു വരുന്നത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്ത് റസൂൽ പറയുന്നുണ്ട്. യഅതി അലന്നാസി സമാൻ, ഒരു കാലഘട്ടം ഇവിടെ വരാനുണ്ട്. അന്ന് ലാ യുസ്ബഉ ഫീഹിൽ ആലിം വലാ യുസ്തഹിയാ ഫീഹി മിനൽ ഹലീം വലാ യുഖറു ഫീഹിൽ കബീർ വലാ യുർഹമു ഫീഹി സഗീർ യഖ്തുലു ബഅ്ളുഹും ബഅ്ലൻ അലദ് ദുനിയാ ലാ യഅരിഫൂന മഅറൂഫാ വലാ യുൻകിറൂന മുൻകറാ ഉലൈക ശിറാറു ഖൽഖില്ലാഹ്. 2 തവണ ഉസ്താദിന് ഇവിടെ എഴുന്നേറ്റ് പറയേണ്ടി വന്നല്ലോ, പെണ്ണുങ്ങളെ നിങ്ങൾ വർത്താനം പറയല്ലേ, അടുത്തുള്ളവരെങ്കിലും ഒന്ന് കേട്ടോട്ടെ, നിങ്ങളൊന്ന് മിണ്ടല്ലേ, ദിക്റ് പോലും ചെല്ലരുത് എന്ന് പറഞ്ഞതൊരു വർത്താനാണ്. അല്ലാഹു തആല അദബുള്ളവരിൽ നമ്മൾ പെടുത്തി തരട്ടെ. അദബില്ലാത്ത ഒരു സമൂഹം വളർന്നു വരിക എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളിന്റെ അടയാളാണല്ലോ. പടച്ചോനെ, മുത്ത് റസൂൽ പറയാണ്, ലാ യഅതി അലന്നാസി സമാൻ, ഒരു കാലഘട്ടം ഇവിടെ വരാനുണ്ട്. അന്ന് ലാ യുസ്ബഉ ഫീഹിൽ ആലിം, ആലിമിന് വലിയ വിലയൊന്നും കൽപ്പിക്കൂല, ആലിമിനെ പിൻപറ്റപ്പെടുകയില്ല, ആലിമിൻ്റെ വർത്താനത്തിനൊന്നും വലിയ നിലയും വരെ ഉണ്ടാവില്ല. വലാ യുസ്തഹിയ ഫീഹി മിനൽ ഹലീം, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്താൽ, ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് നാട്ടിലുള്ള മാന്യന്മാർ കാണുമല്ലോ, കേൾക്കുമല്ലോ, അറിയല്ലോ, അങ്ങനെ ഒരു ലജ്ജ അതുണ്ടാവില്ല. ഒരു ലജ്ജ ആളുകൾ അറിഞ്ഞാൽ മോശമല്ലേ, ആളുകൾ കേട്ടാൽ എന്ത് വിചാരിക്കും, അങ്ങനെ ഒരു ലജ്ജ അതുണ്ടാവില്ല.
ലാ യൂഖറു ഫീഹിൽ കബീർ, അന്ന് വലിയവരെ അങ്ങനെ ബഹുമാനിക്കപ്പെടുകയൊന്നുമില്ല. വലിയവരോടുള്ളൊരു ബഹുമാനം അതൊക്കെ അന്ന് കുറയും. വലാ യുർഹമു ഫീഹി സഗീർ, ചെറിയവരോടന്ന് കാരുണ്യം കാണിക്കപ്പെടുകയില്ല. ചെറിയവരോട് കാരുണ്യം അതൊന്നും ഉണ്ടാവില്ല. ലാ യഅരിഫൂന മഅറൂഫ, ഒരു നന്മയും അറിയാത്തൊരു വിഭാഗം. വലാ യുൻകിറൂന മുൻകറ, ഒരു തിന്മയെയും വിരോധിക്കാത്തൊരു വിഭാഗം. യഖ്തുലു ബഅ്ലുഹും ബഅ്ലൻ അലദ്ദുനിയാ, ദുനിയാവിന് വേണ്ടി കലഹങ്ങൾ ഉണ്ടാക്കും. ദുനിയാവിന് വേണ്ടി തമ്മിൽ ജ്യേഷ്ഠാനുജന്മാർ പോലും, രക്തബന്ധങ്ങളുള്ളവർ പോലും തമ്മിൽ കൊല നടത്തുന്ന കാലഘട്ടം. ഉലൈക ശിറാറു ഖൽഖില്ലാഹ്, അവരാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ടവരെന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും ഒക്കെ പൂർണ്ണമായും അദബുള്ളവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം ബഹുമാനപ്പെട്ട ഹാജറ ബീവി റളിയല്ലാഹു അൻഹയുടെ തർബിയത്താണ്. ഇസ്മായിൽ എന്ന കുട്ടിക്ക് ബാപ്പ അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ പിന്നെ എന്നോട് ചോദിക്കണമെന്നാണ് ഈ മകൻ്റെ ചോദ്യം. മോനെ, ഇന്നി അറാഫിൽ മനാമി അന്നി അസ്ബഹുക് ഫൻദുർ മാദാ തറ, നിന്നെ അറുക്കണമെന്ന് ഞാനൊരു സ്വപ്നം കണ്ടിരിക്കുന്നുവല്ലോ. എന്താണ് മോനെ നിന്റെ അഭിപ്രായം? അമ്പിയാക്കളുടെ സ്വപ്നം അതൊരിക്കലും പേക്കിനാവല്ല, അത് വഹിയാണ്. അങ്ങനെ ഒരു സ്വപ്നം ഞാൻ കണ്ടു, നിന്റെ അഭിപ്രായം എന്താ? അപ്പോഴാണ് മകന്റെ മറുപടി, ബാപ്പ യാ അബതിഫ് അൽമാ തുമർ, കൽപ്പിക്കപ്പെട്ട കാര്യം നിങ്ങൾക്കങ്ങ് ചെയ്താ പോരെ. അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ പിന്നെ എന്നോട് ചോദിക്കണോ? സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ, ഇൻഷാ അല്ലാഹ് ക്ഷമാശീലരിൽ നിങ്ങൾ എന്നെ എത്തിക്കുക തന്നെ ചെയ്യും. അർത്തോളി ബാപ്പ. അപ്പം ഇങ്ങനെ ഒരു മറുപടി ആ മകനെ പറയാൻ പ്രേരിപ്പിച്ചത് ഉമ്മയുടെ തർബിയത്താണ്. ഉമ്മമാരെ, നിങ്ങളുടെ മടിത്തട്ടാണ് ഏറ്റവും നല്ല മദ്രസ. നിങ്ങളുടെ മടിത്തട്ടാണ് ഏറ്റവും നല്ല മദ്രസ. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ശ്രദ്ധ വേണം. വീടിൻ്റെ വിളക്കായി മാറണം, വീട് മസ്കനാവണം. മസ്കൻ എന്ന് പറഞ്ഞാൽ സമാധാനത്തിൻ്റെ കേന്ദ്രം എന്നാണ്. നമ്മുടെ വീടിന് അറബിയിൽ മസ്കൻ എന്ന് പറയും. ആ വീട് നിർമ്മിക്കാൻ ഉപയോഗിച്ച കല്ലും മണ്ണും ഇഷ്ടികയും ഒക്കെയാണ് ഈ കെട്ടിടം ഉപയോഗിക്കാനും നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷെ ഇതിന് മസ്കൻ എന്ന് പറയൂല. മസ്കൻ എന്നാൽ സമാധാനത്തിൻ്റെ കേന്ദ്രം, ആശ്വാസത്തിൻ്റെ കേന്ദ്രം എന്നാണ് അർത്ഥം. വീട്ടിലുള്ള ഓരോരുത്തരെ കൊണ്ടും മറ്റുള്ളവർക്ക് ഈ ആശ്വാസം കിട്ടണം. പരസ്പരം അറിഞ്ഞും സഹകരിച്ചും സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയണം. കുടുംബ ബന്ധങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യം നമ്മൾ കൽപ്പിക്കുകയും വേണം. കുടുംബ ബന്ധങ്ങൾക്കൊക്കെ തിരക്കിനിടയിൽ പ്രാധാന്യം കൊടുക്കാൻ കഴിയാത്തവരാണ് ഇന്ന് പലരും. അള്ളാഹു കാക്കട്ടെ. ജ്യേഷ്ഠൻ അനുജനെ കണ്ടിട്ട് മാസങ്ങളോളമായി, പെങ്ങളുടെ അടുത്ത് പോയിട്ട് മാസങ്ങൾ ഒരുപാടായി, സ്വന്തം വീട്ടിലേക്ക് ഉമ്മയുടെ അടുത്തേക്കൊന്ന് പോയിട്ട് ബാപ്പയുടെ അടുത്തേക്ക് പോയിട്ട് മാസങ്ങൾ ഒരുപാടായി. കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതിരിക്കുക, ഇത് നമ്മളുടെ ബറക്കത്ത് നഷ്ടപ്പെടാൻ കാരണമാകും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇത് ഗൗരവമുള്ള വിഷയമാണ്. കുടുംബബന്ധം മുറിച്ച് നടക്കുന്നവർ, തമ്മിൽ തെറ്റി നടക്കുന്നവർ ആരെങ്കിലും ഈ മജ്ലിസിലുണ്ടെങ്കിൽ റബ്ബിനെ സാക്ഷിയാക്കി ഞാൻ പറയുകയാണ്, അവർക്ക് എല്ലാ പരാജയത്തിനും അത് മതിയാകും. ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുള്ളത്, ഒരു സദസ്സിൽ തന്നെ കുടുംബബന്ധം മുറിച്ച് നടക്കുന്ന ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ ആ കാരണത്താൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ആ സദസ്സിൽ ഇറങ്ങില്ല, റഹ്മത്തിൻ്റെ മാലാഖമാർ ആ മജ്ലിസിലേക്ക് വരില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അബ്ദുല്ലാഹിബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ റസൂലുള്ളാഹി ഞങ്ങളോട് വഅദ് പറഞ്ഞുകൊണ്ടിരിക്കാൻ, ഹബീബായ നബി തങ്ങൾ ഞങ്ങളോട് വഅദ് പറയുകയാണ്. ഇരുന്നു മുത്തുനബിയുടെ സംസാരം. പെട്ടെന്ന് ഫഖാമ, ഇരുന്ന് വഅദ് പറയുകയായിരുന്ന മുത്തുനബി അങ്ങ് എഴുന്നേറ്റു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇരുന്നിങ്ങനെ വഅദ് പറയുന്ന ഒരാൾ പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുമല്ലോ. റസൂലുള്ള പെട്ടെന്ന് അങ്ങ് എഴുന്നേറ്റു. എല്ലാവരും മുത്തുനബിയെ ശ്രദ്ധിച്ചു. ഫഅശാറ ഇലൽ മജ്ലിസ്, മുത്ത് റസൂൽ സദസ്സിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഏയ് ലാ യുജാലിസ്നൽ യൗമ ഖാതിഉർ റഹിം, കുടുംബബന്ധം മുറിച്ച് നടക്കുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ എഴുന്നേൽക്കണം, ഇവിടെ ഇരിക്കരുത്, പുറത്തു പോകണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
സഹോദരീ സഹോദരന്മാരോട് തെറ്റി നടക്കുന്നവർ, ബാപ്പയുടെ സഹോദരീ സഹോദരന്മാരോട് തെറ്റി നടക്കുന്നവർ, ഉമ്മയുടെ സഹോദരീ സഹോദരന്മാരോട് രക്തബന്ധമുള്ളവരോട് തെറ്റി നടക്കുന്നവർ, പിണക്കത്തിലുള്ളവർ ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ പെട്ടെന്ന് എഴുന്നേൽക്കണം, പുറത്തു പോകണം എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബികൾ പരസ്പരം നോക്കാൻ തുടങ്ങി. ആരെങ്കിലും ഒരാൾ ആ സദസ്സിലില്ലാതെ അള്ളാന്റെ റസൂൽ അങ്ങനെ പറയില്ലല്ലോ. പെട്ടെന്നതാ ഫഖാമ ഫതം മിനൽ മജ്ലിസ്, ആ സദസ്സിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റു. ആ മജ്ലിസിൽ നിന്നൊരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റു. അയാൾ വേഗം തന്റെ ഉമ്മയുടെ സഹോദരിയുടെ അടുത്തേക്ക് ചെന്നു. فكان بينهما من شيء فاستغفر لها فاستغفرت له. അയാളും അയാളുടെ ഉമ്മയുടെ സഹോദരിയുമായി ചില പ്രശ്നങ്ങളുണ്ടായി, പിണക്കത്തിലായിരുന്നു. സ്വത്താണ് വിഷയം. അനന്തര സ്വത്തിൻ്റെ കാര്യത്തിൽ ചെറിയൊരു തർക്കമുണ്ടായിട്ട് മിണ്ടാതെ നടക്കുകയായിരുന്നു ഉമ്മയുടെ സഹോദരിയുമായി. പലപ്പോഴും നല്ല ഒരുമയിൽ കഴിഞ്ഞിരുന്ന കുടുംബങ്ങൾ അനന്തര സ്വത്ത് വീതിക്കുന്ന ഘട്ടത്തിൽ അങ്ങനെ ചില തർക്കങ്ങളിലൊക്കെ ആവാറുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറഞ്ഞേക്ക്. അള്ളാഹു കാക്കട്ടെ. എന്നോടടുത്ത് 3 സഹോദരിമാർ ചോദിച്ചു, അടുത്ത ആഴ്ച ഉസ്താദെ ആങ്ങളയുടെ മകൻ്റെ കല്യാണമാണ്, പക്ഷെ ഞങ്ങളുടെയൊക്കെ ഭർത്താക്കന്മാർ പറഞ്ഞിട്ടുണ്ട് അണ്ട് പോകാൻ പാടില്ല. മഹാനായ സയ്യിദ് മാനത്തങ്ങൾ അവർകൾ വെള്ളൂർ നമ്മുടെ മജ്ലിസിലേക്ക് കയറി വരുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്ക്. മഹാനായ സയ്യിദ് അവർകൾ എത്തിക്കഴിഞ്ഞു, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവർ പറഞ്ഞു, ഞങ്ങളുടെ ഭർത്താക്കന്മാർ തീർത്ത് പറഞ്ഞിട്ടുണ്ട് പോകാൻ പാടില്ല, കല്യാണത്തിന് പോകരുത്, ആങ്ങളയുടെ മകൻ്റെ കല്യാണമാണ്. ഞങ്ങൾ എന്താ ചെയ്യുക? ഭർത്താക്കന്മാർ പോകരുതെന്ന് പറഞ്ഞാൽ പോകാൻ പറ്റുമോ? എന്നാ എങ്ങനെ പോവാതിരിക്കുക? അപ്പം വിഷയം എന്താ? അനന്തര സ്വത്ത് വീതിക്കുന്നിടത്ത് അവർ പെങ്ങന്മാരെ പറ്റിച്ചു, ഓൽക്ക് തോന്നിയതുപോലെ ചെയ്തു. ഇതാണ് പ്രശ്നം. ശ്രദ്ധിക്കേണ്ടതാണ്. മുത്ത് റസൂൽ പറഞ്ഞിട്ടുണ്ട്, മൻ ഖതഅ മീറാസഹു ഖതഅ അല്ലാഹു ലഹുൽ ജന്ന. ഒരാൾ അനന്തര സ്വത്തിൻ്റെ വിഷയത്തിൽ തന്നെപ്പോലെ സ്വത്ത് കിട്ടേണ്ട ഒരാളെ പറ്റിച്ചു കഴിഞ്ഞാൽ ഖതഅ അല്ലാഹു ലഹുൽ ജന്ന, സ്വർഗം അള്ളാഹു അവർക്ക് ഹറാമാക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അനന്തര സ്വത്ത് വീതിക്കുന്നിടത്തൊക്കെ പരമാവധി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവണം. പടച്ചോനെ, ഇൻ്റെത് കുറച്ച് കുറഞ്ഞാലും അനർഹമായ ഒരു തരി പോലും ഇങ്ങോട്ട് വരരുത് എന്ന നിർബന്ധ ബുദ്ധി ഉണ്ടാവണം. വിട്ടുവീഴ്ചയ്ക്ക് നമ്മൾ തയ്യാറാവണം. അനന്തര സ്വത്തിൻ്റെ കാര്യത്തിൽ ഒരാൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ വസ്അല്ലാഹു ലഹു ഫിദ്ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു അവർക്ക് വിശാലത ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം ഈ സഹോദരൻ്റെ പ്രശ്നവും അതാണ്. അതുകൊണ്ട് ഇയാൾ പെട്ടെന്ന് ഉമ്മയുടെ സഹോദരി അടുക്കൽ ചെന്നു. ഫസ്തഗ്ഫറ ലഹാ ഫസ്തഗ്ഫറത് ലഹു, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറഞ്ഞ് പൊരുത്തപ്പെടിച്ചു. ഫആദ ഇലൽ മജ്ലിസി, ഇയാൾ വേഗം മുത്ത് റസൂലിൻ്റെ സദസ്സിലേക്ക് മടങ്ങി വരികയും ചെയ്തു. അപ്പോഴത്തേക്ക് ആ സദസ്സ് പിരിയാൻ സമയമായി. ഹബീബായ നബി തങ്ങൾ പറഞ്ഞതപ്പോൾ ഇങ്ങനെയാണ്. നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ലാ യുജാലിസ്നൽ യൗമ ഖാതിഉർ റഹിം, കുടുംബബന്ധം മുറിച്ച് നടക്കുന്നവർ ഈ സദസ്സിൽ ഇരിക്കരുതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ കാരണം ഇതാണ്. ഞാൻ നിങ്ങളോട് വഅള് പറഞ്ഞുകൊണ്ടിരിക്കവേ ഇവിടെ ആഗതനായി മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നിട്ടെന്നോട് പറഞ്ഞതാണ്, നബിയേ, ഇന്ന റഹ്മത്തല്ലാഹി ലാ തൻസിലു അലാ മജ്ലിസിൻ ഫീഹിം ഖാതിഉർ റഹിം. നബിയേ, കുടുംബബന്ധം മുറിച്ച് നടക്കുന്ന ഒരാൾ ഒരു സദസ്സിലുണ്ടെങ്കിൽ അയാളോടുള്ള വെറുപ്പ് കൊണ്ട് റഹ്മത്തിൻ്റെ മലക്കുകളും അള്ളാൻ്റെ റഹ്മത്തും ആ മജ്ലിസിൽ ഇറങ്ങില്ല എന്ന് എന്നോട് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. അപ്പം നമ്മൾ ആലോചിക്കണം, ഒരു മജ്ലിസിൽ തന്നെ അള്ളാൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ കുടുംബബന്ധം മുറിച്ച് നടക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇറങ്ങില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവൻ്റെ കുടുംബത്തിൽ അള്ളാൻ്റെ റഹ്മത്ത് ഉണ്ടാവുക?
പിന്നെ എങ്ങനെയാണ് അവൻ്റെ കുടുംബത്തിൽ അള്ളാഹുവിൻ്റെ ബറക്കത്തുണ്ടാവുക? അതുകൊണ്ട് ആരെങ്കിലും ആ നിലയിലൊക്കെ ബന്ധുക്കളോട് പിണക്കത്തിലോ വൈരാഗ്യത്തിലോ കഴിയുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ പൊരുത്തം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളൊന്നങ്ങ് താന്നാലും വേണ്ടിയില്ല, അത് അള്ളാഹുവിൻ്റെ കോടതിയിൽ വിജയത്തിനാകുമെന്ന് മനസ്സിലാക്കി നന്നാവാനും നമ്മൾ തയ്യാറാവണം. രണ്ടാളുകൾ തമ്മിൽ പിണക്കി കഴിഞ്ഞാൽ ഈ രണ്ട് ടീമിനെയും അള്ളാഹു പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കും. എന്താ ശ്രദ്ധിക്കുന്നതെന്നറിയോ? അയ്യുഹും യബ്ദഉ ബിസ്സലാം, ആ കൂട്ടത്തിൽ ആരാണ് ആദ്യം ചെന്ന് സലാം പറയുന്നത് അവർക്ക് അല്ലാഹു പ്രത്യേക പരിഗണനയും നൽകുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ